ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ എജുസോൺ ക്രിയേഷൻ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് +1 ബിസിനസ് സ്റ്റഡീസിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള നേച്ചർ ആൻഡ് പർപ്പസ് ഓഫ് ബിസിനസ്സിൽ വരുന്ന ഒരു പ്രധാന ടോപ്പിക്കാണ് ബിസിനസ് റിസ്ക്. കാരണം ഒരുപാട് പബ്ലിക് എക്സാമിനേഷന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ബിസിനസ് റിസ്ക്. ക്വാർട്ടർലി എക്സാമിനേഷൻ, അതുപോലെ തന്നെ മോഡൽ എക്സാമിനേഷൻ, അതുപോലെ തന്നെ പബ്ലിക് എക്സാമിനേഷൻ, ഈ ഓരോ എക്സാമിനേഷനിലും നിരവധി തവണ ചോദിച്ച ഒരു ടോപ്പിക്കാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു ടോപ്പിക് പഠിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇന്ന് ക്ലാസ്സിലേക്ക് വരാം. ഫസ്റ്റ് ഓഫ് ഓൾ, യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് വാട്ട് ഈസ് ബിസിനസ് റിസ്ക്. In simple words, we can say that it is the possibility of loss happening in future. ഭാവിയിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള നഷ്ടസാധ്യതയാണ് നമ്മൾ ബിസിനസ് റിസ്ക് എന്ന് പറയുന്നത്. ഓർ ഇൻ അതർ വേർഡ്സ്, ഇറ്റ് ഈസ് ദ ഇന്നാഡിക്വേറ്റ് ഓഫ് പ്രോഫിറ്റ്. റെഗുലറായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ബിസിനസിന്റെ കേസിൽ അതിന്റെ ലാഭം കുറയുകയാണെങ്കിൽ അതിനെ നമുക്ക് ബിസിനസ് റിസ്ക് എന്ന് പറയാം. ഒന്നെങ്കിൽ പൂർണ്ണമായും സംഭവിക്കുന്ന നഷ്ടമായിരിക്കാം, അല്ലെങ്കിൽ ലാഭത്തിൽ വരുന്ന കുറവായിരിക്കാം. അതിനെയാണ് പൊതുവിൽ ബിസിനസ് റിസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ഇതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സോ ദർ ആർ സോ മെനി റീസൺസ് ബിഹൈൻഡ് ദാറ്റ് ഓഫ് ഇൻ ഓർഡർ ടു അറൈസിങ് ബിസിനസ് റിസ്ക്. ഫസ്റ്റ് വൺ, ചേഞ്ച് ഇൻ ടേസ്റ്റ് ഓർ ഫാഷൻ. ചിലപ്പോൾ ഫാഷനിൽ വരുന്ന മാറ്റങ്ങളോ അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിന്റെ അഭിരുചികളിലോ താല്പര്യങ്ങളിലോ ഉണ്ടാവുന്ന മാറ്റങ്ങളോ ഒക്കെ പലപ്പോഴും ബിസിനസിന്റെ റിസ്കിന് കാരണമായിട്ട് മാറാറുണ്ട്. ഇപ്പൊ നമുക്കറിയാം, പ്രത്യേകിച്ചും ടെക്സ്റ്റൈൽസ് മേഖലയിൽ ഡ്രസ്സിന്റെ കേസിൽ ലേഡീസിൻ്റെതാണെങ്കിലും ജെൻസിൻ്റെതാണെങ്കിലും ഓരോ കാലഘട്ടത്തിലും മാറി മാറി വരുന്ന ഫാഷൻ പലപ്പോഴും അത് ബിസിനസ്സിനെ ബാധിക്കാറുണ്ട്. അപ്പോൾ ഓൾഡ് സ്റ്റോക്കിന്റെ ഡിമാൻഡ് കുറയുകയും പുതിയ ന്യൂ മോഡൽ വരുന്ന സമയത്ത് അതിന്റെ ഡിമാൻഡ് കൂടുകയും ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇനി മറ്റൊരു റീസൺ ആണ് ഇൻക്രീസ്ഡ് കോമ്പറ്റീഷൻസ്. ഒരേ തരത്തിലുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ ഒരു സ്ഥലത്ത് തന്നെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും അത് കോമ്പറ്റീഷന് കാരണമായി മാറുകയും അതുവഴി പലപ്പോഴും പല ബിസിനസ് സ്ഥാപനങ്ങളുടെയും കസ്റ്റമേഴ്സിന്റെയും അതുപോലെ തന്നെ ഉൽപ്പന്നങ്ങളുടെയും ഡിമാൻഡ് കുറയുന്നതായിട്ടും കാണാൻ സാധിക്കും. അതുപോലെ മറ്റൊരു റീസൺ ആണ് ഷോർട്ടേജ് ഓഫ് റോ മെറ്റീരിയൽസ്. ഉൽപാദനം നടത്തണമെങ്കിൽ കൃത്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് ഉണ്ടായിരിക്കണമെങ്കിൽ മാത്രമേ കണ്ടിന്യൂസ് ആയിട്ട് ഓൺഗോയിങ് ആയിട്ട് ഉൽപാദനം നടത്താനും അത് മാർക്കറ്റിലേക്ക് ഉൽപ്പന്നങ്ങളാക്കി എത്തിക്കാനും സാധിക്കുകയുള്ളൂ. റോ മെറ്റീരിയൽസിന്റെ അഭാവം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉൽപ്പന്നങ്ങൾ കൃത്യസമയത്ത് ഒരിക്കലും തന്നെ മാർക്കറ്റിലേക്ക് എത്തിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതും മറ്റൊരു റീസൺ ആയിട്ട് നമുക്കിവിടെ പരിഗണിക്കാവുന്നതാണ്. ഓക്കെ, നമുക്ക് ഇനി ടൈപ്സ് ഓഫ് ബിസിനസ് റിസ്കിലേക്ക് വരാം. ബിസിനസ് റിസ്കിനെ നമ്മൾ പ്രധാനമായിട്ടും ഇവിടെ രണ്ട് തരത്തിലാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഒന്ന് സ്പെക്കുലേറ്റീവ് റിസ്ക്, രണ്ടാമത്തത് പ്യൂർ റിസ്ക്. അതിൽ നമുക്ക് ഫസ്റ്റ് വൺ സ്പെക്കുലേറ്റീവ് റിസ്ക് എന്താണെന്ന് നോക്കാം. സോ ഇറ്റ് ഈസ് ദ പോസിബിലിറ്റി ഓഫ് ഗെയിൻ ഓർ ലോസ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒന്നെങ്കിൽ ഇവിടെ പൂർണ്ണമായിട്ടും സംഭവിക്കാവുന്ന നഷ്ടമായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ അത് നേട്ടവുമായിരിക്കാം. അങ്ങനെയുള്ള റിസ്കിനെ നമുക്ക് സ്പെക്കുലേറ്റീവ് റിസ്ക് എന്ന് പറയാം. ഇവിടെ ഞാൻ മനസ്സിലാക്കേണ്ടത് സ്പെക്കുലേറ്റീവ് റിസ്ക് പ്രധാനമായിട്ടും ഉണ്ടാവുന്നത് ഒന്നെങ്കിൽ ഫാഷനിൽ വരുന്ന ചേഞ്ചസ്, അല്ലെങ്കിൽ മാർക്കറ്റിൽ ഉണ്ടാവുന്ന വേരിയേഷൻസ്, അല്ലെങ്കിൽ പ്രൈസിൽ ഉണ്ടാവുന്ന വേരിയേഷൻസ്. ഇപ്പൊ മാർക്കറ്റിൽ ഉണ്ടാകുന്ന വേരിയേഷൻസ് എന്ന് വെച്ചാൽ ചിലപ്പോൾ അത് കോമ്പറ്റീഷൻ ആയിരിക്കാം. അതുപോലെ തന്നെ ഉൽപ്പന്നങ്ങളുടെ പ്രൈസിൽ ചിലപ്പോൾ മാറ്റം സംഭവിക്കാം. അതും ബിസിനസ് റിസ്കിന് കാരണമായി മാറും. അതിനെയാണ് നമ്മൾ പൊതുവിൽ സ്പെക്കുലേറ്റീവ് റിസ്ക് എന്ന് പറയുന്നത്. നല്ലൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കറിയാം, കർഷകരുടെ കേസിൽ, പ്രത്യേകിച്ചും റബ്ബർ കർഷകർ, കുരുമുളക് കർഷകർ, അതുപോലെ തന്നെ കൊപ്ര കർഷകരുടെയൊക്കെ കേസിൽ അവര് ഉണ്ടാക്കുന്ന കാർഷിക വിളകൾക്ക് മാർക്കറ്റിൽ വില കുറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വലിയ നഷ്ടം നേരിടേണ്ടതായിട്ട് വരും. അത് ശരിക്കും പറഞ്ഞാൽ സ്പെക്കുലേറ്റീവ് റിസ്ക് ആണ്. അതേസമയം അവര് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ അത് നാണ്യവിളകളാണെങ്കിലും അല്ലെങ്കിൽ
ഭക്ഷ്യവിളകളാണെങ്കിലും ഏത് തന്നെയാണെങ്കിലും മാർക്കറ്റിൽ അതിൻ്റെ വില നിലവാരം വർദ്ധിച്ചു കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ അത് നേട്ടവുമായിട്ട് മാറാം. അപ്പോൾ അത് ഫേവറബിൾ ആയിട്ട് മാറാം, അതുപോലെ തന്നെ അൺഫേവറബിൾ ആയിട്ട് മാറാം. ഫേവറബിൾ ആണെങ്കിൽ അത് ഗെയിനിന് കാരണമായി മാറും, അൺഫേവറബിൾ ആണെങ്കിൽ അത് ലോസിന് കാരണമായിട്ടും മാറാം. ഇനി നമുക്ക് രണ്ടാമത്തെ റിസ്കിലേക്ക് വരാൻ, പ്യുവർ റിസ്ക്. സോ ഇറ്റ് ഈസ് ദ പോസിബിലിറ്റി ഓഫ് ലോസ് ഓർ നോ ലോസ്. പ്യുവർ റിസ്ക് എന്ന് വെച്ചാൽ ഇത് ചിലപ്പോൾ പൂർണ്ണമായിട്ട് നഷ്ടത്തിന് കാരണമായി മാറാം, അല്ലെങ്കിൽ തീരെ നഷ്ടമില്ലാതിരിക്കും. അങ്ങനെയുള്ള റിസ്കിനെയാണ് പ്യുവർ റിസ്ക് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് പ്രധാനമായിട്ടും എക്സാമ്പിളായിട്ട് പറയാൻ സാധിക്കുന്നത് ചാൻസസ് ഓഫ് ഫയർ, തെഫ്റ്റ്, സ്ട്രൈക്ക്, ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതൊക്കെ പ്യുവർ റിസ്ക് ആയിട്ട് പരിഗണിക്കാവുന്നതാണ്. ചിലപ്പോൾ തീപിടുത്തം സംഭവിക്കും. തീപിടുത്തം ഉണ്ടാകുമെന്ന് നമുക്ക് ഒരിക്കലും ഉറപ്പിക്കാൻ സാധിക്കില്ല. ചിലപ്പോൾ അത് ഷോർട്ട് സർക്യൂട്ട് മൂലമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം മൂലമോ, ചിലപ്പോൾ ഗോഡൌണോ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് സ്ഥാപനമോ തീപിടിക്കാം. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അത് പ്യുവർ റിസ്ക് ആണ്. ചിലപ്പോൾ തീരെ തീപിടുത്തം ഉണ്ടായി എന്ന് വരില്ല. അങ്ങനെയാണെങ്കിൽ അത് നോ ലോസ് ആയിട്ട് നമുക്ക് പരിഗണിക്കാം. അതുപോലെ തന്നെ കളവ്, തെഫ്റ്റ്. കളവ് നടക്കുമെന്ന് നമുക്ക് ഒരിക്കലും ഉറപ്പിക്കാൻ സാധിക്കില്ല. ചില സമയത്ത് മോഷണം നടന്നെന്ന് വരാം, ചില സമയത്ത് മോഷണം നടക്കാതിരിക്കാം. അതുപോലെ തന്നെ സ്ട്രൈക്ക്, സമരങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാലും പലപ്പോഴും അത് നഷ്ടങ്ങൾക്ക് കാരണമായി മാറാം. കാരണം കണ്ടിന്യൂസ് ആയിട്ട് സ്ട്രൈക്ക് നടന്നു കഴിഞ്ഞാൽ അത് സ്ഥാപനത്തിൽ അതിൻ്റെ വരുമാനത്തെ ബാധിക്കുകയും അതുപോലെ തന്നെ അതിൻ്റെ ഉൽപ്പാദനത്തെ ബാധിക്കുകയും അതിൻ്റെ വിതരണത്തെ ബാധിക്കുകയും ചെയ്യും. അതുപോലെ കമ്പനിക്ക് വലിയ നഷ്ടം നേരിടേണ്ടതായിട്ട് വരും. ഓക്കെ, ഇവിടെ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ഒക്കറൻസ് ആണെങ്കിൽ അത് ലോസ് ആണ്, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു. അതല്ലെങ്കിൽ നോൺ ഒക്കറൻസ്, സംഭവിക്കുന്നില്ല എങ്കിൽ അത് നഷ്ടമില്ലാതിരിക്കുന്നതിന് കാരണമായിട്ട് മാറുകയും ചെയ്യും. ഇനി നമുക്ക് ഇവിടെ നമ്മൾ രണ്ട് കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. ഒന്ന് സ്പെക്കുലേറ്റീവ് ആണ്, രണ്ടാമത് പ്യുവർ ആണ്. സ്പെക്കുലേറ്റീവ് എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, പോസിബിലിറ്റി ഓഫ് ഗെയിൻ ഓർ ലോസ് ആണ്. പ്യുവർ ആണെങ്കിൽ പോസിബിലിറ്റി ഓഫ് ലോസ് ഓർ നോ ലോസ് ആണ്. ഇനി നമുക്ക് ഇതിൽ പഠിക്കാനുള്ളതാണ് നാച്ചർ ഓഫ് ബിസിനസ് റിസ്ക്. ബിസിനസ് റിസ്കിന്റെ പൊതുവായിട്ടുള്ള അതിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ചാണ് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിലൊന്നാണ് ബിസിനസ് റിസ്ക് അറൈസ് ഡ്യൂ ടു അൺസർട്ടിനിറ്റീസ്. അതായത് പലപ്പോഴും ബിസിനസ് റിസ്ക് അറിവില്ലായ്മ മൂലമോ അല്ലെങ്കിൽ ഭാവിയിൽ സംഭവിക്കാവുന്ന ചില അസന്നിഗ്ധമായിട്ടുള്ള സംഭവങ്ങൾ മൂലമോ നമുക്ക് നഷ്ടമായിട്ട് മാറാറുണ്ട്. സോ ഇറ്റ് ഈസ് ദ റിസ്ക് ഡ്യൂ ടു ദ ലാക്ക് ഓഫ് നോളജ് അബൌട്ട് ദ ഹാപ്പനിങ്സ് ഇൻ ദ ഫ്യൂച്ചർ. ഭാവിയിൽ ഉണ്ടാവാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള അറിവില്ലായ്മ പലപ്പോഴും റിസ്കിന് കാരണമായി മാറും. അങ്ങനെയാണെങ്കിൽ അതിനെ നമുക്ക് ഡ്യൂ ടു അൺസർട്ടിനിറ്റീസ് എന്ന് പറയാം. ഇപ്പൊ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നാച്ചുറൽ കലാമിറ്റീസ്, പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ വെള്ളപ്പൊക്കം, അതുപോലെ തന്നെ മലയിടിച്ചിൽ, ഭൂമികുലുക്കം, സുനാമി, ഇങ്ങനെയുള്ള പ്രതിഭാസങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിനെ നമുക്ക് അൺസർട്ടിനിറ്റീസിന്റെ പരിധിയിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊന്നാണ് ചേഞ്ചിങ് ഡിമാൻഡ് ആൻഡ് പ്രൈസ്. വിലയിലും അതുപോലെ തന്നെ ഡിമാൻഡിലും ഉണ്ടാവുന്ന മാറ്റവും നമുക്ക് അൺസർട്ടിനിറ്റീസിന്റെ പരിധിയിൽ ഉൾപ്പെടുത്താവുന്ന ഒന്നാണ്. അതുപോലെ തന്നെ മറ്റൊന്നാണ് ഇംപ്രൂവ്മെന്റ് ടെക്നോളജി. ടെക്നോളജിക്കലായിട്ടുള്ള അഡ്വാൻസ്മെന്റ്, പലപ്പോഴും പഴയ ടെക്നോളജിയിലുള്ള ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിൽ നിന്നും പുറന്തള്ളപ്പെടുകയും അതേസമയം ലേറ്റസ്റ്റ് ടെക്നോളജിയിലുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഡിമാൻഡ് കൂടുകയും ചെയ്യും. അപ്പോൾ ഒരു പരിധിവരെ ടെക്നോളജിക്കലായിട്ടുള്ള അഡ്വാൻസ്മെന്റും റിസ്കിന് കാരണമായി മാറുന്നു. അതിനെ നമുക്ക് അൺസർട്ടിനിറ്റീസിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ നാച്ചുറലിലേക്ക് വരാം. റിസ്ക് ഈസ് ആൻ എസെൻഷ്യൽ പാർട്ട് ഓഫ് എവറി ബിസിനസ്. ഇപ്പം നമുക്കറിയാം, ഏതൊരു ബിസിനസിന്റെ കേസിലും അത് സ്മോൾ സ്കെയിൽ ബിസിനസ് ആണെങ്കിലും മീഡിയം സ്കെയിലും ലാർജ് സ്കെയിൽ ആണെങ്കിലും എപ്പോഴും റിസ്ക് എന്ന് പറയുന്നത് ഒരു ബിസിനസ്സിൽ ഉണ്ടായിരിക്കും. സോ എവറി ബിസിനസ് ഹാസ് സം റിസ്ക്. സോ റിസ്ക് ക്യാൻ ബി മിനിമൈസ്ഡ് ബട്ട് കനോട്ട് ബി എലിമിനേറ്റഡ്. ഒരിക്കലും നമുക്ക് റിസ്ക് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ സാധിക്കില്ല, പക്ഷെ പരമാവധി നമുക്ക് റിസ്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏറ്റവും
കുറച്ചു കൊണ്ടുവരാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഡിമാൻഡിൽ ഉണ്ടാകുന്ന മാറ്റമോ പ്രൈസിൽ ഉണ്ടാകുന്ന വേരിയേഷൻസോ ഒരിക്കലും നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. അങ്ങനെയുള്ള സംഭവങ്ങൾ നടന്നു കഴിഞ്ഞാൽ അത് നമ്മൾ വെല്ലുവിളികളോടെ നേരിടേണ്ടി വരും. അപ്പോൾ ബിസിനസ്സിൽ എപ്പോഴും റിസ്ക് ഉണ്ടായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അത് ഇൻഹറൻ്റ് ആണ്, അത് പൊതുവെ ബിസിനസ്സിൽ ഉള്ളതാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അത് പരമാവധി നമുക്ക് കുറച്ചു കൊണ്ടുവരാൻ സാധിക്കും. തേർഡ് വൺ, ഡിഗ്രി ഓഫ് റിസ്ക് ഡിപ്പെൻഡ്സ് ഓൺ നാച്ചർ ആൻഡ് സൈസ്. പലപ്പോഴും ഒരു ബിസിനസിന്റെ കേസിൽ അതിൻ്റെ റിസ്ക് എപ്പോഴും നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കുന്നത് ആ ബിസിനസിന്റെ വലിപ്പവും അല്ലെങ്കിൽ ഉൽപാദനവും ഉൽപ്പന്നങ്ങളുടെ എണ്ണവും നമുക്ക് മെഷർ ചെയ്തുകൊണ്ടാണ്. പ്രത്യേകിച്ചും ടൈപ്പ് ഓഫ് ഗുഡ്സ് പ്രൊഡ്യൂസിങ്, ഏത് തരത്തിലുള്ള ഉൽപ്പന്നമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതായത് ഡ്യൂറബിൾ ഗുഡ്സ് ആണോ അല്ലെങ്കിൽ നോൺ ഡ്യൂറബിൾ ഗുഡ്സ് ആണോ. ഡ്യൂറബിൾ ഗുഡ്സ് ആണെങ്കിൽ റിസ്ക് കമ്പാരിറ്റീവ്ലി കുറയ്ക്കാൻ സാധിക്കും. പക്ഷേ പലപ്പോഴും അത് ടെക്നോളജിക്കലായിട്ടുള്ള അഡ്വാൻസ്മെന്റും ഫാഷനബിൾ ആയിട്ടുള്ള ചേഞ്ചസും വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഉൽപ്പന്നങ്ങളുടെ ഡിമാൻഡ് കുറയും. അതേസമയം നോൺ ഡ്യൂറബിൾ ഗുഡ്സിന്റെ കേസിലാണെങ്കിൽ ഉൽപ്പന്നങ്ങൾ പെട്ടെന്ന് വിറ്റഴിച്ചു പോകണം. അങ്ങനെ പെട്ടെന്ന് വിറ്റഴിച്ചു പോകാൻ സാധിച്ചിട്ടില്ല എങ്കിൽ സ്വാഭാവികമായിട്ടും അത് വലിയ നഷ്ടത്തിന് കാരണമായി മാറും. പ്രത്യേകിച്ചും വെജിറ്റബിൾ ഐറ്റംസ്, ഗ്രോസറി ഐറ്റംസും ഇങ്ങനെയുള്ള ഉൽപ്പന്നങ്ങളൊക്കെ ഒരു പരിധിവരെ നോൺ ഡ്യൂറബിൾ ആണ്. അതുകൊണ്ട് തന്നെ അതൊക്കെ നമുക്ക് പെട്ടെന്ന് വിറ്റ് തീർന്നിട്ടില്ല എങ്കിൽ വലിയ നഷ്ടമായിരിക്കും സംഭവിക്കുന്നുണ്ടാകുക. അതുപോലെ തന്നെ വോളിയം ഓഫ് പ്രൊഡക്ഷൻ, ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം ചിലപ്പോൾ ബൾക്കായിട്ടായിരിക്കും നിർമ്മിക്കുന്നുണ്ടാകുക, ചിലപ്പം കുറഞ്ഞ എണ്ണം മാത്രമേ നിർമ്മിക്കുന്നുണ്ടാവുള്ളൂ. ബൾക്കായിട്ട് നിർമ്മിക്കുന്ന കേസിൽ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ കൃത്യമായിട്ട് നടക്കുന്നില്ല എങ്കിൽ അത് സ്റ്റോക്കായിട്ട് കെട്ടിക്കിടന്നു കഴിഞ്ഞാൽ വലിയ നഷ്ടത്തിന് കാരണമായി മാറും. അതേസമയം കുറഞ്ഞ ഉൽപ്പാദനം മാത്രമേ നടക്കുന്നുള്ളൂ എങ്കിൽ റിസ്ക് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. ഫോർത്ത് വൺ, പ്രോഫിറ്റ് ഈസ് ദ റിവാർഡ് ഫോർ റിസ്ക് ടേക്കിംഗ്. എപ്പോഴും നമ്മൾ റിസ്ക് ഏറ്റെടുക്കുന്ന സമയത്ത് അതിൻ്റെ പിറകിലുള്ള ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ പ്രോഫിറ്റ് മാത്രമാണ്. ദർ ഈസ് നോ റിസ്ക്, ദർ ഈസ് നോ ഗെയിൻ. അതാണ് ശരിക്കും പറഞ്ഞാൽ ബിസിനസ് പോളിസി എന്ന് പറയുന്നത്. റിസ്ക് ആരാണോ ഏറ്റെടുക്കുന്നത് അങ്ങനെ ഏറ്റെടുക്കുന്ന ആളുകൾക്ക് അതിലൂടെ പ്രോഫിറ്റ് എയിം ചെയ്യാൻ സാധിക്കും. സോ ഗ്രേറ്റർ റിസ്ക് വിൽ ഗെറ്റ് ബെറ്റർ പ്രോഫിറ്റ് ഓർ ഹയർ പ്രോഫിറ്റ്. ഇപ്പോൾ ഒരു ബിസിനസിന്റെ കേസിൽ ഒരാൾ എത്രത്തോളം റിസ്ക് ഏറ്റെടുക്കുന്നുണ്ടോ ആ ബിസിനസ്സിന് വേണ്ടി എങ്കിൽ അയാൾക്ക് കൂടുതൽ റിട്ടേൺ അതിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ 4 കാര്യങ്ങളാണ് ബിസിനസ് റിസ്കുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പൊതുവായിട്ടുള്ള സ്വഭാവമായിട്ട് നമ്മൾ മനസ്സിലാക്കിയത്. 1, ബിസിനസ് റിസ്ക് അറൈസിങ് ഡ്യൂ ടു അൺസർട്ടനിറ്റീസ്. 2, റിസ്ക് ഈസ് ആൻ എസെൻഷ്യൽ പാർട്ട് ഓഫ് എവറി ബിസിനസ്. 3, ഡിഗ്രി ഓഫ് റിസ്ക് ഡിപ്പെൻഡ്സ് ഓൺ നാച്ചർ ആൻഡ് സൈസ്. 4th one, profit is the reward for risk taking. ഇനി നമുക്ക് ബിസിനസ് റിസ്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കിലേക്ക് വരാം. കോസസ് ഓഫ് ബിസിനസ് റിസ്ക്. വാട്ട് ആർ ദ കോസസ് ഓഫ് ബിസിനസ് റിസ്ക്? ഏറ്റവും കൂടുതൽ തവണ എക്സാമിനേഷൻ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ ദ കോസസ് ഓഫ് ബിസിനസ് റിസ്ക്? ഇത് ഡയറക്റ്റ് ആയിട്ടും ചോദിച്ചിട്ടുണ്ട്, അപ്ലിക്കേഷൻ ലെവലിലും ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ വാച്ച് ചെയ്യുന്ന എല്ലാ സ്റ്റുഡൻസും നിർബന്ധമായിട്ടും പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് കോസസ് ഓഫ് ബിസിനസ് റിസ്ക്. അപ്പോൾ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട കോസസ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, നാച്ചുറൽ കോസസ്, പ്രകൃതി ദുരന്തങ്ങൾ. പലപ്പോഴും നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ തുടർച്ചയായിട്ട് 3 വർഷങ്ങളിലായിട്ട് വെള്ളപ്പൊക്കവും പേമാരിയും അതുപോലെ തന്നെ മണ്ണിടിച്ചിലും മലയിടിച്ചിലും ഭൂമികുലുക്കവും മറ്റുള്ള കാര്യങ്ങളുമായിട്ട് ഒരുപാട് നഷ്ടം ബിസിനസ് സ്ഥാപനങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. സോ ഹ്യൂമൻ ഹാസ് ലിറ്റിൽ കൺട്രോൾ. ഇങ്ങനെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ വരുന്ന സമയത്ത് മനുഷ്യനെ സംബന്ധിച്ചുള്ള മനുഷ്യൻ നിസ്സഹായനാണ്. മനുഷ്യനെ നോക്കി നിൽക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. ഒരിക്കലും അത് പൂർണ്ണമായിട്ട് നിയന്ത്രിക്കാനോ തടഞ്ഞു നിർത്താനോ സാധിക്കില്ല. അതാണ് ഇവിടെ പറയുന്നത്, ഹ്യൂമൻ ഹാസ് ലിറ്റിൽ കൺട്രോൾ. ഇപ്പോൾ നമ്മൾ പറഞ്ഞു എക്സാമ്പിളായിട്ട് ഫ്ലഡ്, വെള്ളപ്പൊക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കറിയാം കഴിഞ്ഞ 1-2 വർഷം കേരളത്തിലുണ്ടായിട്ടുള്ള വെള്ളപ്പൊക്കത്തിൽ കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് ബിസിനസ് സ്ഥാപനങ്ങൾ ഉണ്ടായത്. അതുപോലെ തന്നെ എർത്ത് ഭൂമികുലുക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ സംഭവിക്കും, ഫാമിൻ വരൾച്ച ഉണ്ടായിക്കഴിഞ്ഞാൽ സംഭവിക്കും, മലയിടിച്ചിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ സംഭവിക്കും. ഇങ്ങനെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ വലിയ നഷ്ടമായിരിക്കും
ഒരു ബിസിനസിന്റെ കേസിൽ അവർ നേരിടേണ്ടതായിട്ട് വരുന്നുണ്ടാകും. രണ്ടാമത്തതാണ് ഹ്യൂമൻ കോസസ്. ഹ്യൂമൻ കോസസ് എന്ന് വെച്ചാൽ ഇവിടെ മനുഷ്യന്റെ പ്രവൃത്തി അല്ലെങ്കിൽ മനുഷ്യന്റെ ചെയ്തികൾ മൂലം ഒരു ബിസിനസ്സിന് ഉണ്ടാകുന്ന നഷ്ടത്തെയാണ് ഹ്യൂമൻ കോസസ് എന്ന് പറയുന്നത്. അതിൽ ഒന്നാണ് അൺഎക്സ്പെക്റ്റഡ് ഇവന്റ്സ് ലൈക്ക് ഡിസ്ഹോണസ്റ്റ്. അപ്പോൾ പൂർണ്ണമായിട്ടും ചില ആളുകളെ സ്ഥാപനങ്ങളിൽ ജോലിക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ പറ്റില്ല. അവർ ചിലപ്പോൾ വിശ്വാസവഞ്ചന കാണിച്ചെന്ന് വരാം, ചിലപ്പോൾ ബിസിനസ്സിലുള്ള പണം അവർ അപഹരിച്ചെന്ന് വരാം. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു ബിസിനസ്സിനുണ്ടാകുന്ന വലിയ ഒരു റിസ്ക് ആണ്. അത് ഹ്യൂമൻ കോസസ് ആയിട്ട് നമുക്ക് പരിഗണിക്കാവുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊന്നാണ് കെയർലെസ്നെസ്. അറിവില്ലാത്ത ആളുകളെ ജോലിക്ക് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു കാര്യം ഓപ്പറേറ്റ് ചെയ്യേണ്ടത് എന്ന കാര്യത്തെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഐഡിയ ഇല്ലാത്ത ആളുകളാണെങ്കിൽ പലപ്പോഴും അവർ ചെയ്യുന്ന കാര്യങ്ങൾ അത് മിസ്റ്റേക്ക് ആയിട്ട് മാറുകയും അങ്ങനെ മിസ്റ്റേക്ക് സംഭവിക്കുന്ന സമയത്ത് നമുക്ക് വലിയ നഷ്ടം സംഭവിക്കുകയും ചെയ്യും. ചില മെഷീൻസ് ഒക്കെ ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധ കൊടുത്തുകൊണ്ടാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടത്. ഏതെങ്കിലും ഒരു ബട്ടൺ മാറിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ആ മെഷീൻ പ്രവർത്തനം തന്നെ പൂർണ്ണമായിട്ട് നിലച്ചെന്ന് വരാം. അപ്പൊ അത്തരത്തില് പലപ്പോഴും മനുഷ്യന് സംഭവിക്കുന്ന അശ്രദ്ധ വലിയ നഷ്ടങ്ങൾക്ക് കാരണമായിട്ട് മാറും. മറ്റൊന്നാണ് പവർ ഫെയിലിയർ. തുടർച്ചയായിട്ട് പ്രൊഡക്ഷൻ നടക്കുന്ന ഒരു സ്ഥാപനമാണെങ്കിൽ വൈദ്യുതി പെട്ടെന്ന് നിലച്ചു കഴിഞ്ഞാൽ അവിടെ ആ സ്ഥാപനത്തിന് ആ ദിവസം വലിയൊരു നഷ്ടം ഉണ്ടാകും. ഒരൊറ്റ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ ധാന്യവർഗ്ഗങ്ങൾ, ഗോതമ്പ്, പച്ചരി, അതുപോലെ തന്നെ മറ്റുള്ള അരിവർഗ്ഗങ്ങളൊക്കെ പൊടിക്കാൻ കൊണ്ടുപോകുന്നത് ഫ്ലോർ മില്ലിലാണ്. അങ്ങനെയുള്ള ഫ്ലോർ മില്ലിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ വൈദ്യുതി നിലച്ചു കഴിഞ്ഞാൽ നമ്മൾ പൊടിക്കാൻ കൊണ്ടുപോകുന്ന സമയത്താണ് വൈദ്യുതി പോകുന്നത് എങ്കിൽ, കറണ്ട് പോകുന്നത് എങ്കിൽ ആ ദിവസം പിന്നീട് വൈകിട്ട് വരെ കറണ്ട് വരുന്നില്ലെങ്കിൽ അവരെ സംബന്ധിച്ചോളം പിന്നീട് ഓരോ കസ്റ്റമേഴ്സും അവിടെ വന്ന് നിൽക്കുക എന്നല്ലാതെ അവർ കൊണ്ടുവരുന്ന സാധനം പൊടിച്ചു കൊടുക്കാൻ കഴിയില്ല. അതാണ് പവർ ഫെയിലിയർ മൂലം ഒരു സ്ഥാപനത്തിനുണ്ടാവുന്ന വലിയ നഷ്ടമെന്ന് പറയുന്നത്. ഒരിക്കലും കണ്ടിന്യൂസ് ആയിട്ടുള്ള ഓൺഗോയിങ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ നടത്താൻ സാധിക്കില്ല എന്നുള്ളതാണ്. അത് ബിസിനസിന്റെ നഷ്ടത്തിന് കാരണമായി മാറും. ഇനി മറ്റൊന്നാണ് നെഗ്ലിജൻസ് ഓഫ് എംപ്ലോയീസ്. പലപ്പോഴും പല കാര്യങ്ങളും എംപ്ലോയീസ് അവഗണിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. സ്ഥാപനത്തോട് വേണ്ടത്ര രീതിയിൽ കൂറ് പുലർത്തുകയോ അല്ലെങ്കിൽ സ്ഥാപനത്തിന് അവർ പ്രവർത്തിക്കുന്ന സമയത്ത് തന്നെ സ്ഥാപനം ടാർഗറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ഒരു താല്പര്യം കാണിക്കാതിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ പലപ്പോഴും അത് നഷ്ടത്തിന് കാരണമായി മാറാം. അതുപോലെ തന്നെ മറ്റൊന്നാണ് സ്ട്രൈക്സ്. തൊഴിലാളികളിൽ നിന്നും ഉണ്ടാകുന്ന സമരങ്ങൾ. അത്തരത്തിലുള്ള സമരങ്ങളും ഒരു പരിധിവരെ ബിസിനസിന്റെ നഷ്ടത്തിന് കാരണമായി മാറാം. ഇതൊക്കെ നമുക്ക് ഹ്യൂമൻ കോസസ് ആയിട്ട് പരിഗണിക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞതൊന്ന് ഡിസോണസ്റ്റിയാണ്, മറ്റൊന്ന് കെയർലെസ്നെസ്, അതുപോലെ തന്നെ പവർ ഫെയിലിയർ, നെഗ്ലിജൻസ് ഓഫ് എംപ്ലോയീസ്, അതുപോലെ തന്നെ അവസാനത്തതാണ് സ്ട്രൈക്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് മൂന്നാമത്തെ കോസസിലേക്ക് വരാം, എക്കണോമിക് കോസസ്. സോ ഇറ്റ് ഈസ് ദ കോസസ് റിലേറ്റഡ് വിത്ത് ഡിമാൻഡ് ഫോർ പ്രൊഡക്ട്സ്. അതായത് ഉൽപ്പന്നങ്ങളുടെ കേസിൽ ഉണ്ടാവുന്ന ഡിമാൻഡിൽ ഉണ്ടാവുന്ന വേരിയേഷൻസ്. അതായത് ഡിമാൻഡ് കുറഞ്ഞു കഴിഞ്ഞാൽ, ഉൽപ്പന്നങ്ങളുടെ ഡിമാൻഡ് കുറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമേഴ്സ് അത് വാങ്ങിക്കാതിരിക്കും. അതേസമയം ഡിമാൻഡ് കൂടുകയാണെങ്കിൽ കൂടുതൽ വാങ്ങിക്കുകയും ചെയ്യും. അപ്പം ഡിമാൻഡ് കുറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന്റെ എണ്ണം കുറയുകയും അതിന്റെ വിൽപ്പന കുറയുകയും ചെയ്യും. അത് ബിസിനസിന്റെ നഷ്ടത്തിന് കാരണമായി മാറും. അതുപോലെ തന്നെ മറ്റൊന്നാണ് റൈസ് ഇൻ ഇൻട്രസ്റ്റ് റേറ്റ്. ഇപ്പോൾ ഒരു ബിസിനസ് സ്ഥാപനം ലോൺ എടുത്തിട്ടാണ് അതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എങ്കിൽ ലോൺ അവർ തിരിച്ചടയ്ക്കണം. അപ്പോൾ ബാങ്കിൽ നിന്നുള്ള ഇൻട്രസ്റ്റ് റേറ്റ് കൂടിക്കഴിഞ്ഞാൽ അവർക്ക് വേണ്ടത്ര രീതിയിൽ വരുമാനം കിട്ടാതിരിക്കുകയാണെങ്കിൽ ഒരിക്കലും ആ ഇൻട്രസ്റ്റ് അവർക്ക് തിരിച്ചടയ്ക്കാൻ കഴിയില്ല. അപ്പോൾ പലിശ നിരക്ക് വർദ്ധിച്ചു കഴിഞ്ഞാലും അത് ബിസിനസിന്റെ പ്രവർത്തനത്തെ ബാധിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. മറ്റൊന്നാണ് ഇൻക്രീസ് ഇൻ ടാക്സ് റേറ്റ്. ഗവൺമെന്റ് ടാക്സ് റേറ്റ് വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ, നികുതി നിരക്ക് വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ ഒരു ബിസിനസിന്റെ കേസിൽ അവരുടെ പ്രവർത്തന ചെലവ് കൂടും. അങ്ങനെ വരുന്ന സമയത്ത് ബിസിനസ്സിന് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യം വരികയും അവരുടെ ബിസിനസ് പൂർണ്ണമായിട്ടും നഷ്ടത്തിൽ കലാശിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ചേഞ്ച് ഇൻ ടെക്നോളജി. ടെക്നോളജിക്കലായിട്ടുള്ള അഡ്വാൻസ്മെന്റും ഒരു പരിധിവരെ ഒരു ബിസിനസിന്റെ ഉൽപ്പന്നങ്ങളിലും അവരുടെ വിൽപ്പനയിലും വലിയ ഗണ്യമായി ചെലുത്തുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അഡ്വാൻസ്മെന്റ് എന്ന് പറയുന്നത് പുതിയ ടെക്നോളജി മാർക്കറ്റിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പഴയ ഉൽപ്പന്നങ്ങൾക്ക് ഡിമാൻഡ് കുറയുന്നതായിട്ട് കാണാൻ സാധിക്കും.
അതുപോലെ തന്നെ മറ്റുള്ള ഇതുപോലുള്ള പല കാര്യങ്ങളും എക്കണോമിക് കോസസിന്റെ പരിധിയിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. ഇതൊക്കെയാണ് പ്രധാനമായിട്ട് വരുന്നത്. ഒന്ന് ഡിമാൻഡ് ഫോർ പ്രൊഡക്ട്സ്, മറ്റൊന്ന് റൈസ് ഇൻ ഇൻട്രസ്റ്റ് റേറ്റ്, അതുപോലെ തന്നെ മൂന്നാമത്താണ് ഇൻക്രീസ് ഇൻ ടാക്സ് റേറ്റ്, നാലാമത്തെ ചേഞ്ച് ഇൻ ടെക്നോളജി. ഇനി നമുക്ക് നാലാമത്തെ കോസസിലേക്ക് വരാം, അതർ കോസസ്. മറ്റുള്ള കോസസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് അൺഫോർസീൻ ഇവന്റ്സ്, അപ്രതീക്ഷിതമായിട്ടുണ്ടാവുന്ന പല സംഭവങ്ങളും. ഇപ്പൊ ഹർത്താൽ, ബന്ദ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞാൽ ആ ദിവസം ഒരിക്കലും തന്നെ ബിസിനസ് സ്ഥാപനങ്ങൾ തുറക്കുവാനോ പ്രവർത്തിപ്പിക്കാനോ കഴിയില്ല. അങ്ങനെ വരുന്ന സമയത്ത് ആ ഒരു ദിവസം പ്രൊഡക്ഷൻ നിന്ന് പോകുന്ന സമയത്തും ആ ഒരു ദിവസം വിൽപ്പന നടക്കാതിരിക്കുന്ന സമയത്തും ബിസിനസ് സ്ഥാപനങ്ങൾക്ക് വലിയ നഷ്ടമാണ് നേരിടേണ്ടി വരുന്നുണ്ടാകുക. അതുപോലെ തന്നെ മറ്റൊന്ന് പൊളിറ്റിക്കൽ ഡിസ്റ്റർബൻസ്, രാഷ്ട്രീയപരമായിട്ടുള്ള ഇടപെടലുകൾ. അങ്ങനെയുള്ള ഇടപെടലുകളും പലപ്പോഴും ബിസിനസിന്റെ പ്രവർത്തനത്തെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മെക്കാനിക്കൽ ഫെയിലിയർ, പലപ്പോഴും മെഷീൻസ് ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് മെഷീൻ ബ്രേക്ക് ഡൗൺ ആവുന്നതും മെഷീന് സംഭവിക്കുന്ന മെയിൻ്റനൻസ് വർക്കുകളുമൊക്കെ പലപ്പോഴും ബിസിനസിന്റെ നഷ്ടത്തിന് കാരണമായിട്ട് മാറുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമുക്ക് ഇവിടെ കോസസ് എന്ന രൂപത്തിൽ പഠിക്കാനുള്ളത്. അപ്പോൾ 4 കാര്യങ്ങളെ കുറിച്ചാണ് ഇവിടെ ഡിസ്കസ് ചെയ്തത്. ഒന്ന് നാച്ചുറൽ കോസസ്, പ്രകൃതി ദുരന്തങ്ങൾ മൂലം സംഭവിക്കുന്നതാണ് ഹ്യൂമൻ കോസസ് എന്ന് പറയുമ്പം മനുഷ്യന്റെ പ്രവൃത്തികൾ മൂലം അല്ലെങ്കിൽ ചെയ്തികൾ മൂലം ഉണ്ടാകുന്നതാണ്. മൂന്നാമത്തത് എക്കണോമിക് കോസസ് ആണ്, സാമ്പത്തികപരമായിട്ടുണ്ടാവുന്ന ചില കാരണങ്ങളാണ് ഇതിൽ ഉൾപ്പെടുന്നത്. നാലാമത്തത് അതർ കോസസ് എന്ന് പറയുമ്പോൾ മറ്റുള്ള ബാക്കിയുള്ള എല്ലാ കോസസും ഇതിന്റെ പരിധിയിൽ വരും. അൺഫോർസീൻ ഇവന്റ്സ്, പൊളിറ്റിക്കൽ ഡിസ്റ്റർബൻസ്, മെക്കാനിക്കൽ ഫെയിലിയർ, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമുക്കിവിടെ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കുക. അപ്പോൾ മനസ്സിലാകാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ ഒരിക്കൽ കൂടി ഒന്നുകൂടി റിവൈസ് ചെയ്തുകൊണ്ട് വീഡിയോ കാണുക. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പമുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ അതത് സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അടുത്ത വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് വരേക്കും ഗുഡ് ബൈ.